PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 2 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCRT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. +1 പൊളിറ്റിക്കൽ സയൻസിലെ 2, 3 അധ്യായങ്ങളിൽ നിന്നുള്ള വസ്തുതകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, എല്ലാ പൗരന്മാർക്കും സമത്വവും ക്ഷേമവും കൊണ്ടുവരിക എന്ന വെല്ലുവിളി കൈകാര്യം ചെയ്യാൻ ഭരണഘടനാ ശില്പികൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭാഗമേത്? രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എല്ലാ പൗരന്മാർക്കും സമത്വവും ക്ഷേമവും കൊണ്ടുവരിക എന്ന വെല്ലുവിളി കൈകാര്യം ചെയ്യാൻ ഭരണഘടനാ ശില്പികൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭാഗമേത്? രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഭരണഘടനയിലെ ന്യായവാദാർഹമല്ലാത്ത ഭാഗത്തിന് ഉദാഹരണമേത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയിലെ ന്യായവാദാർഹമല്ലാത്ത ഭാഗത്തിന് ഉദാഹരണമേത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ന്യായവാദാർഹമല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ത്? കോടതി മുഖേന നടപ്പിലാക്കാൻ കഴിയില്ല. ന്യായവാദാർഹമല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ത്? കോടതി മുഖേന നടപ്പിലാക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനമായും ഉൾപ്പെടുന്ന ആശയങ്ങളേവ? ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ, മൗലികാവകാശത്തിന് പുറമെ വ്യക്തികൾ അനുഭവിക്കേണ്ടതായ ചില അവകാശങ്ങൾ, ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതായ ചില നയങ്ങൾ. നിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനമായും ഉൾപ്പെടുന്ന ആശയങ്ങളേവ? ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ, മൗലികാവകാശത്തിന് പുറമെ വ്യക്തികൾ അനുഭവിക്കേണ്ടതായ ചില അവകാശങ്ങൾ, ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതായ ചില നയങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ കാലഘട്ടങ്ങളിൽ പാസാക്കിയിട്ടുള്ള നിയമങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ജന്മിത്ത നിരോധന നിയമങ്ങൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം, വിവിധ ഫാക്ടറി നിയമങ്ങൾ, കുറഞ്ഞ കൂലി നിശ്ചയിക്കൽ, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉന്നമനത്തിനുള്ള സംവരണം. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ കാലഘട്ടങ്ങളിൽ പാസാക്കിയിട്ടുള്ള നിയമങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ജന്മിത്ത നിരോധന നിയമങ്ങൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം, വിവിധ ഫാക്ടറി നിയമങ്ങൾ, കുറഞ്ഞ കൂലി നിശ്ചയിക്കൽ, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉന്നമനത്തിനുള്ള സംവരണം. നിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനമാക്കി നടപ്പിലാക്കിയ വിവിധ നടപടികൾക്ക് ഉദാഹരണങ്ങളേവ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, രാജ്യമൊട്ടാകെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ രൂപവൽക്കരണം, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടെങ്കിലും ജോലി ചെയ്യാനുള്ള അവകാശം, ഉച്ചഭക്ഷണ പദ്ധതി. നിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനമാക്കി നടപ്പിലാക്കിയ വിവിധ നടപടികൾക്ക് ഉദാഹരണങ്ങളേവ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, രാജ്യമൊട്ടാകെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ രൂപവൽക്കരണം, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടെങ്കിലും ജോലി ചെയ്യാനുള്ള അവകാശം, ഉച്ചഭക്ഷണ പദ്ധതി. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏത്? 42-ാം ഭേദഗതി. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏത്? 42-ാം ഭേദഗതി. ഏത് വർഷമാണ് 42-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത്? 1976. ഏത് വർഷമാണ് 42-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത്? 1976. എത്ര മൗലിക ചുമതലകളാണ് 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 10. എത്ര മൗലിക ചുമതലകളാണ് 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 10. മൗലിക ചുമതലകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണഘടന നൽകുന്ന നിർദ്ദേശമെന്ത്? നിർദ്ദേശമൊന്നും നൽകുന്നില്ല. മൗലിക ചുമതലകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഭരണഘടന നൽകുന്ന നിർദ്ദേശമെന്ത്? നിർദ്ദേശമൊന്നും നൽകുന്നില്ല. പൗരന്മാർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ പ്രതിരോധിക്കുക, എല്ലാ പൗരന്മാർക്കിടയിലും സൗഹാർദ്ദം പരിപോഷിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക എന്നിവ എന്തിൽ ഉൾപ്പെടുന്നു? മൗലിക കടമകൾ. പൗരന്മാർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ പ്രതിരോധിക്കുക, എല്ലാ പൗരന്മാർക്കിടയിലും സൗഹാർദ്ദം പരിപോഷിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക എന്നിവ എന്തിൽ ഉൾപ്പെടുന്നു? മൗലിക കടമകൾ. മൗലികാവകാശങ്ങൾ ഗവൺമെൻറ്റിനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നു. പ്രസ്താവന ശരിയോ തെറ്റോ? ശരിയായ പ്രസ്താവനയാണ്. മൗലികാവകാശങ്ങൾ ഗവൺമെൻറ്റിനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നു. പ്രസ്താവന ശരിയോ തെറ്റോ? ശരിയായ പ്രസ്താവന. ഒരു കോടതിക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത ഭരണഘടനയിലെ മനോഹരമായ കാര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ? നിർദ്ദേശക തത്വങ്ങൾ. ഒരു കോടതിക്കും നടപ്പിലാക്കാൻ കഴിയാത്ത ഭരണഘടനയിലെ മനോഹരമായ കാര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ? നിർദ്ദേശക തത്വങ്ങൾ. മൗലികാവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. പ്രസ്താവന ശരിയോ തെറ്റോ? പ്രസ്താവന ശരി. മൗലികാവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. പ്രസ്താവന ശരിയോ തെറ്റോ? പ്രസ്താവന ശരി.
നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായ വിഷയത്തിന് ഉദാഹരണമേത്? ജന്മിത്തമില്ലായ്മ ചെയ്യാനുള്ള നിയമനിർമ്മാണം. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ഏറ്റുമുട്ടൽ ഉണ്ടായ വിഷയത്തിന് ഉദാഹരണമേത്? ജന്മിത്തമില്ലായ്മ ചെയ്യാനുള്ള നിയമനിർമ്മാണം. അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് വിവാദത്തിന് പിന്നിലെ പ്രധാന കാരണം എന്തായിരുന്നു? ഭരണഘടനയിൽ മൗലികാവകാശമായി ഉൾപ്പെട്ടിരുന്ന സ്വത്ത് നേടാനും കൈവശം വയ്ക്കാനും നിലനിർത്താനുമുള്ള അവകാശം. അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് വിവാദത്തിന് പിന്നിലെ പ്രധാന കാരണം എന്തായിരുന്നു? ഭരണഘടനയിൽ മൗലികാവകാശമായി ഉൾപ്പെട്ടിരുന്ന സ്വത്ത് നേടാനും കൈവശം വയ്ക്കാനും നിലനിർത്താനുമുള്ള അവകാശം. സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്നും അതുകൊണ്ടുതന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ അവകാശം പരിമിതപ്പെടുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി വിധിച്ച വർഷമേത്? 1973. സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്നും അതുകൊണ്ടുതന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ അവകാശം പരിമിതപ്പെടുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി വിധിച്ച വർഷമേത്? 1973. മൗലികാവകാശങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് സ്വത്തവകാശത്തെ മാറ്റിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. മൗലികാവകാശങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് സ്വത്തവകാശത്തെ മാറ്റിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ വർഷമേത്? 1978. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ വർഷമേത്? 1978. നിലവിൽ സ്വത്തവകാശത്തെ നിയമാനുസൃതമായ അവകാശമാക്കി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏത് അനുച്ഛേദം പ്രകാരമാണ്? അനുച്ഛേദം 300A. നിലവിൽ സ്വത്തവകാശത്തെ നിയമാനുസൃതമായ അവകാശമാക്കി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏത് അനുച്ഛേദം പ്രകാരമാണ്? അനുച്ഛേദം 300A. ഭരണഘടനയ്ക്ക് ചില അടിസ്ഥാന സവിശേഷതകളുണ്ടെന്നും അത് പാർലമെന്റിന് ഭേദഗതി ചെയ്യാൻ കഴിയാത്തതാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ഭരണഘടനയ്ക്ക് ചില അടിസ്ഥാന സവിശേഷതകളുണ്ടെന്നും അത് പാർലമെന്റിന് ഭേദഗതി ചെയ്യാൻ കഴിയാത്തതാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ജനാധിപത്യ സംവിധാനത്തിന്റെ രണ്ട് വകഭേദങ്ങൾ ഏതെല്ലാം? പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. ജനാധിപത്യ സംവിധാനത്തിന്റെ രണ്ട് വകഭേദങ്ങൾ ഏതെല്ലാം? പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. ഗവൺമെന്റിന്റെ ദൈനംദിന തീരുമാനമെടുക്കൽ പ്രക്രിയയിലും ഗവൺമെന്റിനെ നയിച്ചുകൊണ്ടുപോകുന്നതിലും പൗരന്മാർ നേരിട്ട് പങ്കെടുക്കുന്ന സംവിധാനമേത്? പ്രത്യക്ഷ ജനാധിപത്യം. ഗവൺമെന്റിനെ ദൈനംദിന തീരുമാനമെടുക്കൽ പ്രക്രിയയിലും ഗവൺമെന്റിനെ നയിച്ചുകൊണ്ടുപോകുന്നതിലും പൗരന്മാർ നേരിട്ട് പങ്കെടുക്കുന്ന സംവിധാനമേത്? പ്രത്യക്ഷ ജനാധിപത്യം. ഗ്രീസിലെ പുരാതന നഗര രാഷ്ട്രങ്ങൾ ഏത് സംവിധാനത്തിനുദാഹരണമാണ്? പ്രത്യക്ഷ ജനാധിപത്യം. ഗ്രീസിലെ പുരാതന നഗര രാഷ്ട്രങ്ങൾ ഏത് സംവിധാനത്തിനുദാഹരണമാണ്? പ്രത്യക്ഷ ജനാധിപത്യം. ഇനി ഇവിടെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യം. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യങ്ങൾ അഥവാ ഗോൾസായി നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളേവ? ജനക്ഷേമം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി, ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, വിഭവങ്ങളുടെ തുല്യ വിതരണം, അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക. ലക്ഷ്യങ്ങൾ അഥവാ ഗോൾസായി നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളേവ? ജനക്ഷേമം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി, ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, വിഭവങ്ങളുടെ തുല്യ വിതരണം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നയങ്ങളേവ? ഏകീകൃത സിവിൽ കോഡ്, ലഹരി പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കൽ, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കൽ, ഉപയോഗമുള്ള കന്നുകാലികളുടെ കശാപ്പ് നിരോധിക്കുക, ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിക്കുക. നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നയങ്ങളേവ? ഏകീകൃത സിവിൽ കോഡ്, ലഹരി പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കൽ, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കൽ, ഉപയോഗമുള്ള കന്നുകാലികളുടെ കശാപ്പ് നിരോധിക്കുക, ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിക്കുക. നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങളേവ? മതിയായ ഉപജീവന മാർഗം, പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം, സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം, തൊഴിലിനുള്ള അവകാശം, ശിശുപരിപാലനവും 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും. നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങളേവ? മതിയായ ഉപജീവന മാർഗം, പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം, സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം, തൊഴിലിനുള്ള അവകാശം, ശിശുപരിപാലനവും 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും. പ്രാദേശിക ഗവൺമെന്റുകളുടെ ഭാഗമായ ഗ്രാമസഭകൾ ഏത് സംവിധാനത്തിന് ഉദാഹരണമാണ്? പ്രത്യക്ഷ ജനാധിപത്യം. പ്രാദേശിക ഗവൺമെന്റുകളുടെ ഭാഗമായ ഗ്രാമസഭകൾ ഏത് സംവിധാനത്തിന് ഉദാഹരണമാണ്? പ്രത്യക്ഷ ജനാധിപത്യം. 1984 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 543 സീറ്റുകളിൽ 415 സീറ്റുകളിലും വിജയിച്ച് അധികാരത്തിലെത്തിയ പാർട്ടി ഏത്? കോൺഗ്രസ് പാർട്ടി. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 543 സീറ്റുകളിൽ 415 സീറ്റുകളിലും വിജയിച്ച് അധികാരത്തിലെത്തിയ പാർട്ടി ഏത്? കോൺഗ്രസ് പാർട്ടി.
ആകെ ലോക്സഭാ സീറ്റുകളുടെ 80% നേടി അധികാരത്തിലെത്തിയിട്ടുള്ള ഏക രാഷ്ട്രീയ കക്ഷി ഏത്? കോൺഗ്രസ് പാർട്ടി. ആകെ ലോക്സഭാ സീറ്റുകളുടെ 80% നേടി അധികാരത്തിലെത്തിയിട്ടുള്ള ഏക രാഷ്ട്രീയ കക്ഷിയാണ് കോൺഗ്രസ് പാർട്ടി. 1984 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ എത്ര ശതമാനമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചത്? 48%. 1984 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ എത്ര ശതമാനമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചത്? 48%. 1984 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണത്തിൽ രണ്ടാമതെത്തിയ രാഷ്ട്രീയ കക്ഷി ഏത്? തെലുങ്കുദേശം പാർട്ടി, 30 സീറ്റുകൾ. 1984 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണത്തിൽ രണ്ടാമതെത്തിയ രാഷ്ട്രീയ കക്ഷി ഏത്? തെലുങ്കുദേശം പാർട്ടി, 30 സീറ്റുകൾ. നമ്മുടെ രാജ്യത്ത് പിന്തുടരുന്ന തിരഞ്ഞെടുപ്പ് രീതിയുടെ പ്രത്യേകതകളേവ? രാജ്യത്തെ മൊത്തം 543 നിയോജക മണ്ഡലങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലവും ഒരു പ്രതിനിധിയെ വീതം തിരഞ്ഞെടുക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ രാജ്യത്ത് പിന്തുടരുന്ന തിരഞ്ഞെടുപ്പ് രീതിയുടെ പ്രത്യേകതകളേവ? രാജ്യത്തെ മൊത്തം 543 നിയോജക മണ്ഡലങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലവും ഒരു പ്രതിനിധിയെ വീതം തിരഞ്ഞെടുക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടാതെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കപ്പെടുന്ന പ്രാതിനിധ്യ വ്യവസ്ഥ ഏത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഒരു നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടാതെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കപ്പെടുന്ന പ്രാതിനിധ്യ വ്യവസ്ഥ ഏത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഏത് പ്രാതിനിധ്യ വ്യവസ്ഥയാണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എന്നും അറിയപ്പെടുന്നത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഏത് പ്രാതിനിധ്യ വ്യവസ്ഥയാണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എന്നും അറിയപ്പെടുന്നത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുന്ന സ്ഥാനാർത്ഥിയാണ് വിജയി എന്നുള്ള കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ബഹുത്വ വ്യവസ്ഥ. തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുന്ന സ്ഥാനാർത്ഥിയാണ് വിജയി എന്നുള്ള കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ബഹുത്വ വ്യവസ്ഥ. തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ള രീതി ഏത്? ബഹുത്വ വ്യവസ്ഥ. തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ള രീതി ഏത്? ബഹുത്വ വ്യവസ്ഥ. ഒരു പാർട്ടിക്ക് തങ്ങൾക്ക് ലഭിച്ച വോട്ടിൻ്റെ അനുപാതത്തിൽ പാർലമെൻറ്റിൽ സീറ്റുകൾ ലഭിക്കുന്ന പ്രാതിനിധ്യ വ്യവസ്ഥ ഏത്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം. ഒരു പാർട്ടിക്ക് തങ്ങൾക്ക് ലഭിച്ച വോട്ടിൻ്റെ അനുപാതത്തിൽ പാർലമെൻറ്റിൽ സീറ്റുകൾ ലഭിക്കുന്ന പ്രാതിനിധ്യ വ്യവസ്ഥ ഏത്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം. തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ടുകൾക്ക് ആനുപാതികമായി പാർലമെൻറ്റിൽ സീറ്റുകൾ അനുവദിക്കുന്നു. ഓരോ പാർട്ടിയും ആനുപാതികമായി തങ്ങൾക്ക് ലഭ്യമായ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുൻഗണനാക്രമത്തിൽ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഇവ ഏത് പ്രാതിനിധ്യ വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം. തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ടുകൾക്ക് ആനുപാതികമായി പാർലമെൻറ്റിൽ സീറ്റുകൾ അനുവദിക്കുന്നു. ഓരോ പാർട്ടിയും ആനുപാതികമായി തങ്ങൾക്ക് ലഭ്യമായ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുൻഗണനാക്രമത്തിൽ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഇവ ഏത് പ്രാതിനിധ്യ വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം. രാജ്യം മുഴുവൻ ഒറ്റ മണ്ഡലമായി കണക്കാക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? നെതർലാൻഡ്സ്, ഇസ്രയേൽ. രാജ്യം മുഴുവൻ ഒറ്റ മണ്ഡലമായി കണക്കാക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? നെതർലാൻഡ്സ്, ഇസ്രയേൽ. രാജ്യം മുഴുവൻ വിവിധ ബഹു അംഗ മണ്ഡലങ്ങളായി വിഭജിക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? അർജന്റീന, പോർച്ചുഗൽ. രാജ്യം മുഴുവൻ വിവിധ ബഹു അംഗ മണ്ഡലങ്ങളായി വിഭജിക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? അർജന്റീന, പോർച്ചുഗൽ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് സ്ഥാനാർത്ഥിക്കല്ല, മറിച്ച് ആർക്കാണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് സ്ഥാനാർത്ഥിക്കല്ല, മറിച്ച് ആർക്കാണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഇന്ത്യയിൽ ആനുപാതിക സമ്പ്രദായം പരിമിതമായ തോതിൽ പരോക്ഷ തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിട്ടുള്ളതിന് ഉദാഹരണങ്ങളേവ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, വിധാൻ പരിഷത്ത് തിരഞ്ഞെടുപ്പുകൾ. ഇന്ത്യയിൽ ആനുപാതിക സമ്പ്രദായം പരിമിതമായ തോതിൽ പരോക്ഷ തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിട്ടുള്ളതിന് ഉദാഹരണങ്ങളേവ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, വിധാൻ പരിഷത്ത് തിരഞ്ഞെടുപ്പുകൾ. ഇസ്രയേലിൻ്റെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് എങ്ങനെ? നെസറ്റ്. ഇസ്രയേലിൻ്റെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് എങ്ങനെ? നെസറ്റിലേക്ക് എത്ര വർഷത്തിലൊരിക്കലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? 4 വർഷത്തിലൊരിക്കൽ. നെസറ്റിലേക്ക് എത്ര വർഷത്തിലൊരിക്കലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? 4 വർഷത്തിലൊരിക്കൽ. ഇസ്രയേൽ നിയമനിർമ്മാണ സഭയിൽ സീറ്റ് ലഭിക്കാൻ ഒരു പാർട്ടിക്ക് ഏറ്റവും കുറഞ്ഞത് എത്ര ശതമാനം വോട്ടെങ്കിലും ലഭിച്ചിരിക്കണം? 3.2% വോട്ട്. ഇസ്രയേൽ നിയമനിർമ്മാണ സഭയിൽ സീറ്റ് ലഭിക്കാൻ ഒരു പാർട്ടിക്ക് ഏറ്റവും കുറഞ്ഞത് എത്ര ശതമാനം വോട്ടെങ്കിലും ലഭിച്ചിരിക്കണം? 3.25% വോട്ട്.
ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക്